സുരേഷ് കൊച്ചാട്ടിൽ, വിദേശകാര്യ വിദഗ്ധനായിട്ടുള്ള സുരേഷ് കൊച്ചാട്ടിൽ കൂടി ചേരുന്നു. പാകിസ്ഥാൻ ഇത്രയും ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രത്യാക്രമണം ഉണ്ടായിട്ടും അവർ തന്നെ ആവശ്യപ്പെട്ട പ്രകാരം കൃത്യമായി വെടിനിർത്തൽ കരാർ വേണമെന്ന് ഏറെ ആഗ്രഹിച്ച രാഷ്ട്രം വെടിനിർത്തൽ കരാറിലേക്ക് പോയിട്ടും വീണ്ടും കരാർ ലംഘിച്ച് മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാനി കിട്ടിയ അടിയൊന്നും പോരാ എന്നിട്ടാണോ, അതോ രാഷ്ട്രീയപരമായി എന്തെങ്കിലും ഗൂഢലക്ഷ്യം ഇക്കാര്യത്തിൽ കാണുന്നുണ്ടോ ശ്രീ കൊച്ചാട്ട്? അവിടെ പാകിസ്ഥാനിൽ അവിടുത്തെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഷബാസ് ഷെരീഫിന്റെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റും അവിടുത്തെ ആർമിയുടെ അസീം മുനീറിന്റെ ആർമിയുടെ എസ്റ്റാബ്ലിഷ്മെന്റും തമ്മിൽ വലിയൊരു തർക്കം നടക്കുന്നുണ്ട്. ബിക്കോസ് ആർമിക്ക് സീസ് ഫയറിന് ഒരു അഗ്രിമെന്റും ഉണ്ടായിരുന്നില്ല. US പറയുന്നത് വൈസ് പ്രസിഡന്റ് വാൻസും പറഞ്ഞ മാതിരി പ്രസിഡന്റ് ട്രംപും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി എന്ന് പറയുന്നത്. പക്ഷെ അതല്ല ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും പാകിസ്ഥാനിലെ ആർമി അവരിതിന് അഗ്രിമെന്റ്, അവർക്കൊരു ഇത് സീസ് ഫയർ വേണ്ട അവർക്ക്. ബിക്കോസ് ഈ പാകിസ്ഥാന്റെ ആർമിയുടെ ഒരു പൊളിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാനിലെ ആർമിക്ക് ഭാരതം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ സീസ് ഫയർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ അവരെന്ത് ചെയ്യും? സീസ് ഫയർ എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പാകിസ്ഥാനിന് ഒരു നുഴഞ്ഞുകയറ്റം അവർക്ക് ജമ്മു കാശ്മീരിലേക്ക് നടത്താൻ പറ്റില്ല. എന്ത് ചെയ്യും പിന്നെ ആർമി? പാകിസ്ഥാൻ ആർമി അവർ ടിപ്പിക്കലി ഒരു ജോലിയില്ലാത്ത കണ്ടീഷനിൽ എത്തിപ്പോവും. അതാണ് പാകിസ്ഥാൻ ആർമി വേണമെന്ന് വിചാരിച്ചിട്ട് ഈ ഷബാസ് ഷെരീഫിനെ എന്താ പറയുക നാണം കെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണ് ഇന്ന് നടന്ന സീസ് ഫയർ വയലേഷൻ. അല്ലെങ്കിൽ ആലോചിച്ചു, ഒരു പ്രസിഡന്റ് ട്രംപ്, ചെറിയൊരാളെന്നല്ല, പ്രസിഡന്റ് ട്രംപ് ട്വീറ്റ് ചെയ്ത് പറഞ്ഞ് മണിക്കൂറുകളിനുള്ളിൽ ഇങ്ങനത്തെ ഒരു ആക്ഷൻ നടന്നു. അതാണ് ചോദിക്കാനുള്ളത്, എന്തിന്, ആര് ചെയ്യിപ്പിച്ചു? ഡെഫിനറ്റ് ആയിട്ട് പാകിസ്ഥാൻ ആർമിയാണ് ഇതിന്റെ പിന്നെ ഒരു സംശയമില്ല. പാകിസ്ഥാൻ ആർമിക്ക് സീസ് ഫയറും വേണ്ട, അവർക്കൊന്നും വേണ്ട. ഞാൻ പറയാം, അടുത്തൊരാഴ്ചക്കുള്ളിൽ ഷബാസ് ഷെരീഫിനെ മാറ്റി ആർമി തിരിച്ചു വന്നാൽ നമുക്കൊന്നും അതിലൊരു സർപ്രൈസ് എലിമെന്റ് ഉണ്ടാവില്ല. നടക്കാൻ പോകുന്ന അതന്നെയാണ്. അതെ, എത്ര പ്രത്യാക്രമണം നേടിയാലും അവർ ജയിച്ചു എന്നുള്ള തരത്തിലേക്കുള്ള ഒരു തരത്തിലാണല്ലോ അവർ പെരുമാറുന്നത്. ഈ ഘട്ടത്തിൽ ചൈന ഭാരതവുമായി സംസാരിക്കുന്നു. ചൈനീസ് വിദേശകാര്യമന്ത്രി ഭാരതവുമായി സംസാരിക്കുന്നു. അപ്പോൾ ചൈന ഇക്കാര്യത്തിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷ സാധ്യത അല്ലെങ്കിൽ ഈ സംഘർഷ സാഹചര്യത്തിൽ ചൈന വളരെ പെട്ടെന്ന് ഭാരതവുമായി സംസാരിക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി എന്തായിരിക്കും ശ്രീ കൊച്ചാട്ട്? ഇതൊരു ചൈനീസ് എലിമെന്റ് ഉണ്ടല്ലോ. ബിക്കോസ് ചൈനയാണ് പാകിസ്ഥാനെ മേജറായിട്ട് ബാക്ക് ചെയ്യുന്നത്. ചൈനയ്ക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റും ഉള്ളത്. ചൈന ഇപ്പോൾ ഭാരതമായിട്ട് ഈ പറഞ്ഞ ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് കാരണം വേറെ ഒന്നല്ല. അവർക്ക് നാളെ പാകിസ്ഥാനിന് ബിസിനസ് ഒന്നും കിട്ടില്ല. ഒരു വലിയ മിഷനറി വിൽക്കണമെങ്കിൽ കോടിക്കണക്കിന് ഉൾപ്പെടെ ബിസിനസ് ചെയ്യണമെങ്കിൽ ഭാരതം വേണം. അതേ സമയത്ത് അവർ പാകിസ്ഥാനിന് ഡ്രോണായിട്ടും മിസൈലായിട്ടും J-16 14 15 വിൽക്കുന്നത് പാകിസ്ഥാനിലേക്കാണ്. അപ്പൊ ചൈന ഒരു ഡബിൾ ഗെയിം കളിക്കുകയാണ് നമ്മളായിട്ട്. ഒരു വഴിക്ക് നമ്മളായിട്ട് ചർച്ച നടത്തുന്നു, മറ്റേ വഴിക്ക് പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യുന്നു, സഹായിക്കുന്നു. ഇതാണ് നടക്കുന്നത്. പാകിസ്ഥാനിന് ചൈനയുടെ സഹായം എപ്പോഴും ഉണ്ടാവും. ചൈനയും വിശ്വസിക്കാൻ പറ്റില്ല. ബിക്കോസ് ചൈന ചെയ്യുന്ന ഡബിൾ ഗെയിമാണ്. ചൈനയ്ക്ക് പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ. അവരുടെ ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ അവരൊരു പ്രോജക്റ്റ് പാകിസ്ഥാനിലുണ്ട്. അവിടെ ബലൂചിസ്ഥാൻ ഏരിയയിൽ അവർക്ക് കുറെ അടി കിട്ടിയിട്ടുണ്ട്. ബലൂച്ചി ലിബറേഷൻ ആർമിയിൽ അതെല്ലാം വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതിൽ ഒരു സീസ് ഫയർ വയലേഷൻ നടത്തിയത് ചൈനയുടെ ഒരു കൈ അതിലുണ്ടോ എന്ന് എനിക്ക് ബലമായ ഒരു സംശയമുണ്ട്. അതെ, ചൈനയുടെ പിന്തുണ അവർക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന പ്രേക്ഷകർ നിരവധി പേരാണ്. കാരണം ചൈനീസ് ആയുധങ്ങളാണ്, അവരുടെ ഡ്രോണുകൾ ഏറെയും ചൈനീസ് ആയുധങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ റഷ്യൻ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 അടക്കമുള്ള ഏറ്റവും ആധുനിക ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് അതിനെ തടുക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സംഘർഷ സാധ്യത, ഒന്നാമത് വാക്കുപാലിച്ചില്ല, ചതിയാണ് കാണിച്ചത്. വെടിനിർത്തലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് 4 മണിക്കൂറിനകം തന്നെ അത് ലംഘിക്കുന്നു.
ഭാരതത്തിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് BSF സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അവരുടെ സൈനിക ആക്രമണം നടക്കുന്നു. ഇനി ഇതൊരു കൃത്യമായ തിരിച്ചടി ഭാരതം നൽകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇനിയും ഇതിനിടയ്ക്ക് ഒരു മധ്യസ്ഥതയ്ക്ക് സാധ്യത കാണുന്നുണ്ടോ ശ്രീ കൊച്ചാട്ടിൽ? ഇല്ല, ഇപ്പൊ നടക്കാൻ പോകുന്നത് വേറൊന്നല്ല. പാകിസ്ഥാൻ പറയും ഇത് ചെറുതായിട്ട് ഒരു ലോക്കൽ ലെവലിൽ, ഒരു കമാൻഡർ ലെവലിൽ നടന്നൊരു തെറ്റാണ്, ഞങ്ങൾ ഇത് ഇനി ഉണ്ടാവില്ല, ഇവിടുത്തെ ഞങ്ങൾ അത് നോക്കിക്കോളാം എന്ന് പറയും. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമ്മളത് വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല. ഈ വിശ്വസിച്ച് ഇവർ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ ഇതേ പാകിസ്ഥാൻ പിന്നെയും ഇതന്നെ ചെയ്യും. ഇവരൊന്നും വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല പാകിസ്ഥാൻ. നമ്മൾ മനസ്സിലാക്കണം, പാകിസ്ഥാൻ അങ്ങനത്തെ രാഷ്ട്രമാണ്. ഇവര് വിശ്വസിക്കാൻ കൊള്ളില്ല. അവര് ചെയ്യില്ല. അവർ പറഞ്ഞ മാതിരി പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന വേറെ കാര്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. പാകിസ്ഥാന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് ആർമിയാണ് നടത്തുന്നതല്ല, അവിടെ ആർമിയാണ് അള്ളയാണ് നടത്തുന്നത് എപ്പോഴും പറയും. ഇതാണ് പാകിസ്ഥാന്റെ ഒരു മെയിൻ സെന്റർ. പാകിസ്ഥാന് ഈ പറഞ്ഞ മാതിരി ഷബാസ് ഷെരീഫോ ഇതിനു മുമ്പ് ബേനസീർ ഭുട്ടോ അതിനു മുമ്പ് സുൽഫിക്കാർ അലി ഭുട്ടോ ആരുണ്ടായാലും പാകിസ്ഥാൻ ആർമിയാണ് അവിടെ ആക്ഷൻ. അവരുടെ കയ്യിലാണ് എല്ലാ പവറും ഉള്ളത്. അവരുടെ കയ്യിലാണ് ഈ പറഞ്ഞ മാതിരി എന്ത് വേണേ അവർക്ക് ചെയ്യാം. അതാണ് ഇന്നിപ്പോ നടന്നത്. അവർ ഈ സീസ് ഫയർ വയലേഷൻ നടത്താൻ കാരണം വേറൊന്നല്ല, ഭാരതം എന്ത് ചെയ്യുന്നു, ഇവർ എല്ലാം റിലാക്സ് ആയിരിക്കുകയാണോ, അത് ഇവർ വിഡ്രോ ചെയ്തോ, ഇവർ ആരെ എക്യുപ്മെന്റ് എല്ലാം തിരിച്ചെടുത്തോ നോക്കുകയായിരുന്നു. അതാണ് ഇവർ ചെയ്തത്. അത് കാരണം നമുക്ക് കണ്ടറിയാം, ഗുജറാത്തിലും വേറെ ചില സ്ഥലത്തും ഡ്രോൺ അയച്ചിട്ട് ഈവൻ കാശ്മീരില് ആ ഡ്രോണിന് പിൻവലിച്ചു, തിരിച്ചു പിടിച്ചു. അപ്പൊ അതിൻ്റെ അടുത്ത് ടെസ്റ്റിംഗ് നടത്തുന്നത് പിന്നെയും ഇവര് നമ്മുടെ ഗൺ പൊസിഷൻസ് എവിടെയാണ്, നമ്മൾ റെഡിയാണോ, അപ്പൊ വേണമെങ്കിൽ നാളെ മറ്റന്നാളോ എപ്പോ വേണമെങ്കിൽ പാകിസ്ഥാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഈ പറഞ്ഞ മാതിരി 12-ാം തീയതിയാണ് നമുക്ക് അടുത്ത മീറ്റിംഗ്. 12-ാം തീയതി ആദ്യം ദിവസമല്ലല്ലോ, 3 ദിവസമല്ലേ ഉള്ളൂ, 2 ദിവസമേ ഉള്ളൂ. 12-ാം തീയതിക്ക് എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഈ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറ്റം ഇനിയുണ്ടായാൽ ഭാരതം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ ഒരു വാറാണ്, സിറ്റുവേഷനാണ്, യുദ്ധം തന്നെയാണ് അവിടെ. അപ്പൊ അതവര് സമ്മതിക്കില്ല. അവര് പറയും അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തും നമ്മൾ കണ്ടു, ഇൻഫിൽട്രേഷൻ ഈ പറഞ്ഞമായി പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. LOC ആയാലും ഇന്റർനാഷണൽ ബോർഡർ ആയാലും എസ്പെഷ്യലി ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ ചെയ്യുന്നതാണ്. അപ്പൊ ഇവര് എന്തായാലും ഹാൻഡിൽ ചെയ്തേ പറ്റൂ. പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല. നമ്മൾ ഈ പറഞ്ഞ മാതിരി റെഡി ആയിരിക്കണം എന്തിനും എപ്പോഴും. പ്രേക്ഷകർ ബാബുശ്രീയെ പോലുള്ള പ്രേക്ഷകർ പറയുന്നു, ചൈന മാത്രമല്ല തുർക്കി അടക്കമുള്ള രാഷ്ട്രങ്ങളും പാകിസ്ഥാന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളും ഉണ്ട്. അതുമാത്രമല്ല, ഹമാസിൻ്റെ പിന്തുണ പോലും പാകിസ്ഥാനുണ്ടോ? കാരണം ഭാരതത്തിനെതിരെ ജിഹാദി യുദ്ധം പ്രഖ്യാപിച്ച ഭീകരവാദികളുടെ തീരുമാനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാന് ഇസ്ലാം രാഷ്ട്രങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയൊന്നും അവർക്ക് ലഭിക്കുന്നില്ല ഈ ഘട്ടത്തിൽ. സൗദി അറേബ്യയെ പോലുള്ള രാഷ്ട്രങ്ങൾ ഭാരതത്തെയാണ് ഈ സംഭവത്തിൽ പിന്തുണച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയൊന്നും പാകിസ്ഥാന് ലഭിക്കുന്നില്ല. പക്ഷേ തുർക്കിയെപ്പോലുള്ള ചൈനയെപ്പോലുള്ള രാഷ്ട്രങ്ങളുടെ പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഹമാസിൻ്റെ പിന്തുണയുണ്ടോ എന്ന് പോലും സംശയിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചതിപ്രയോഗത്തിലൂടെ ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ പിന്തുണയോടെയാണല്ലോ ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ നീങ്ങുന്നത്. ഭാരതത്തെ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രകോപിപ്പിച്ച് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളുടെ ജീവൻ കൂടി നഷ്ടപ്പെടുത്തി ലോകത്തെ വികാരം ഭാരതത്തിനെതിരാക്കി കൊണ്ടുവരിക എന്നുള്ളൊരു ചതിപ്രയോഗം കൂടി പാകിസ്ഥാൻ കണക്കാക്കുന്നില്ലേ ശ്രീ കൊച്ചാട്ട്? തുർക്കിയെ നോക്കുകയാണെങ്കിൽ തുർക്കി ഒരു കാലിഫേറ്റ് ഉള്ള, അവരൊരു ഇസ്ലാമിക് ഈ പറഞ്ഞ മാതിരി ഇസ്ലാമിക് നേഷൻസിന്റെ ഒരു ലീഡർ ആവാൻ നോക്കുകയാണ്. ഇപ്പൊ ആ ഒരു പൊസിഷൻ സൗദി അറേബ്യയുടെ കയ്യിലായിരിക്കുന്നത്. പക്ഷെ തുർക്കി പറയുന്ന ഞങ്ങളാണ് ഒറിജിനൽ കാലിഫേറ്റ്, ഞങ്ങളാണ് ഖലീഫ. ആ ഒരു ഖലീഫയുടെ പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് തുർക്കി. ഇതിനു മുമ്പ് നമ്മൾ കണ്ടു സിറിയയിലെ അവിടുത്തെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ഒരു ഫാക്ഷന്റെ തുർക്കിയുടെ സഹായം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സിറിയയിലെ ഗവൺമെന്റ്, ഹഫീസുൽ അസാദ് ഗവൺമെന്റ് അവിടെ തട്ടിപ്പണി നടത്തിയത്. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന് ഡ്രോണായിട്ടും മിസൈലായിട്ടും തുർക്കി കൊടുക്കുന്നത് തുർക്കിയുടെ ഒരു ലീഡർഷിപ്പ് റോളാണ്. അവർ കാണിക്കുന്ന ഇസ്ലാമിക് വേൾഡിൽ ഏത് രാഷ്ട്രത്തിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി ഞങ്ങൾ ഉണ്ടാവും. സൗദി അറേബ്യ ഉണ്ടാവില്ല, UAE ഉണ്ടാവില്ല, ബഹ്റൈൻ ഉണ്ടാവില്ല, ഖത്തർ ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾ ഉണ്ടാവും.
പാകിസ്ഥാനല്ല, നാളെ ഏത് ഇസ്ലാമിക് നേഷനും നിങ്ങൾക്ക് ആയുധം വേണമെന്ന് തുർക്കി കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ ഇനി ഈ പറഞ്ഞ മാതിരി ഇതിനു മുമ്പ് ഖത്തറിനെ പറ്റി പറയാറുണ്ട്. ഖത്തറാണ് ഹമാസിനെ ബാക്ക് ചെയ്യുന്നത്, ഖത്തറാണ് ആയുധങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ ഈ പുതിയതായിട്ടുള്ള ഒരു ഈ പറഞ്ഞ മാതിരി റെഡിയായി വരുന്ന ഒരു ഗ്രൂപ്പാണ് തുർക്കി. തുർക്കിയെ കൺട്രോൾ ചെയ്യാനും പറ്റും. തുർക്കി നേറ്റോന്റെ മെമ്പറാണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അവർ നേറ്റോയുടെ മെമ്പർ ആകുമ്പോൾ US-നും ഇപ്പൊ പ്രസിഡന്റ് ട്രംപ് ആയാലും വേറെ ആരായാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല തുർക്കിയാണ് ഒരു മേജർ ത്രെറ്റായി വരുന്നത്. ഇനി ഹമാസിന്റെ കാര്യം പറഞ്ഞ് വേറെ ഒന്നുണ്ട്. ഹമാസ് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുണ്ടായിരുന്നു എന്നല്ല പറയുന്നത്. പക്ഷെ ഹമാസിന്റെ മാതിരി അറ്റാക്ക് ചെയ്യാനാണ് നടത്തിയതാണ് ഇന്ത്യ എന്ന സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തത് നമ്മുടെ ഗവൺമെന്റ്. അപ്പൊ കറക്റ്റാണ്. ഹമാസിന്റെ അന്ന് ഒക്ടോബർ 7 നടത്തിയ ഇസ്രായേലിന് നേരെ നടത്തിയ ഒരു ആക്രമണം, അതേമാതിരി തിരിച്ചടിക്കുമ്പോൾ ഇസ്രായേല് അതിന് തിരിച്ചടിക്കാൻ നോക്കുന്ന ഹമാസിന്റെ അതേ ശൈലിയാണ് ഇപ്പോ പാകിസ്ഥാനിലും നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. ബിക്കോസ് അവരൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കും ഹമാസിനെ. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഹമാസിന്റെ സപ്പോർട്ടേഴ്സ്, ഇത് പാകിസ്ഥാൻ. നമ്മളവിടെ ആരെ പുറത്ത് കയറി ഇരുന്ന് പോസ്റ്റ് പിടിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ. സോ ഡെഫിനറ്റ് ആയിട്ട് ഹമാസ് അല്ല, തുർക്കിയല്ല, ഇനി വേറെ വലിയ ലെബനൻ വഴി നാളെ പോയി പിടിക്കും ഹെസ്ബുള്ള, അല്ലെങ്കിൽ ഹൂത്തികളെ പിടിച്ച് പാകിസ്ഥാൻ എന്ത് വേണമെങ്കിലും ചെയ്യാനും തയ്യാറാണ്.